ഞാൻ ഓരോന്നായി വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു തരത്തിലും കേരളത്തെ മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ കേരളം ഒരു ദരിദ്ര കേരളമായി മാറണം എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അത് ത്രിപുര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ അടുത്ത പ്രധാനപ്പെട്ട കേന്ദ്രം പിടിക്കാൻ പോകുന്നത് കേരളമാണെന്നാണ്. കേരളം പിടിക്കാനുള്ള ഒരു ശ്രമം, ഒരുപാട് ശ്രമം നടന്നിട്ടൊന്നും നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കേരളത്തെ പൂർണ്ണമായിട്ടും ദരിദ്രമാക്കുക എന്നുള്ള നിലപാടാണ് കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെൻറ് ആകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോർജ് കുര്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആ രീതിയിൽ കണ്ടാൽ മതി. കേരളത്തിലെ ജനങ്ങൾ അതിനെല്ലാം കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിനെതിരായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുക, എന്നിട്ട് കേരളം എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ കേരളം ദരിദ്രമാവണം, അങ്ങനെ ദരിദ്രമാവട്ടെ എന്ന കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുക. അത്തരം സമീപനം സ്വീകരിക്കുന്ന BJP അതുപോലെ തന്നെ നേതാക്കൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിശകലനം ചെയ്യും, വിശദീകരിക്കും. അവർ തന്നെ കൃത്യമായിട്ടത് കാര്യങ്ങൾ കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു സംശയമില്ലല്ലോ, ഫെഡറൽ സംവിധാനത്തെ പൂർണ്ണമായി തകർക്കുന്ന ഏകാധിപത്യത്തിലേക്കും മതനിരപേക്ഷതക്കെതിരായിട്ടുമുള്ള ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അവർ അംഗീകരിക്കുന്നില്ല, മുമ്പേ അംഗീകരിക്കുന്നില്ല, ഇനിയും അംഗീകരിക്കില്ല എന്ന് അവർ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അതെ, അതാണ് കാര്യം. അതായത് പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും വരികയും സന്ദർശിക്കുകയും കാണുകയും എല്ലാം ചെയ്തിട്ടും വയനാട് ദുരന്തത്തിന് ഒരു തരത്തിലുള്ള ആശ്വാസ നടപടിയും സ്വീകരിക്കില്ല എന്ന ഉറച്ച സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര മന്ത്രിയായിരുന്നവർ പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാലോ. വയനാട് ദുരന്തമൊന്നും പറയുന്നതിലൊന്നും കാര്യമില്ല, 2-3 വാർഡ് കുറച്ച് ആൾ മരിച്ചുപോയി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മുരളീധരൻ ഇവിടെ പറഞ്ഞാണ്. അതാ കാര്യം. ശരി, അതെ, ഇത്തിരി മതി.